നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 11 വിവിധ കമ്പനികളിലെ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. 6 വിദേശ അവസരങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതും 100 കണക്കിന് ഒഴിവുകളിലേക്ക് വിദേശത്തേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റ്. അതേപോലെ കേരള ഗവൺമെന്റ് ഒരു ഏജൻസി വഴി വിദേശത്തേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ സ്വദേശത്തും വിദേശത്തും ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, മിനിമം 10ാം ക്ലാസ് മുതൽ PGക്കാർക്ക് വരെ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്കായിട്ട് നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ അങ്ങനെയുള്ള ജോലി അവസരങ്ങൾ കണ്ടെത്താം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം നമ്മുടെ കേരളത്തിലും US ഒക്കെ പ്രവർത്തനമുള്ള ഐസിസ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതിലാണ്. അരിയസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന, ബാക്ക് പേപ്പേഴ്സ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു അവസരം ഇത്. ICT അക്കാഡമി ഓഫ് കേരളയും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും കൂടിയാണ് ഈ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐസിസ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ: പ്രോസസ് അസോസിയേറ്റ്, റിസർച്ച് അനലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്. ഈ തസ്തികയിലേക്കൊക്കെ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള അരിയസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ BCom MComകാർ, ബാക്ക് പേപ്പേഴ്സ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാവുന്ന 3 ഒഴിവുകളാണ് ആദ്യം സൂചിപ്പിച്ചത്. ഇനി രണ്ടാമത്തെ ഒഴിവുകൾ പ്രോസസ് അസോസിയേറ്റ് ട്രെയിനി എന്നുള്ളത്. ഇതിന് ഡിഗ്രിക്കാർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻകാർക്കും അപേക്ഷിക്കാം. പോസ്റ്റ് ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസിലോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ, അതായത് MBA അല്ലെങ്കിൽ എന്താ പറയുക BBA അല്ലെങ്കിൽ BSc BCom, ഇതൊന്നും അല്ലെങ്കിൽ BTech, ഇതൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതിൽ BTechകാർക്ക് 4 അരിയർ വരെ ഉള്ളവർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, 2 തസ്തികകളിലാണ് ഒഴിവുകൾ, 4 തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. പ്രോസസ് അസോസിയേറ്റ് ഉണ്ട്, റിസർച്ച് അനലിസ്റ്റ് ഉണ്ട്, ഡാറ്റ അനലിസ്റ്റ് ഉണ്ട്. ആദ്യത്തെ 3 എണ്ണം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ പ്രോസസ് അസോസിയേറ്റ് ട്രെയിനി എന്നതിലേക്ക് എല്ലാ ഡിഗ്രിക്കാർക്കും എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓർക്കുക, ഇത് ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമുള്ള അവസരങ്ങളാണ്. തിരുവനന്തപുരമായിരിക്കും വർക്ക് ലൊക്കേഷന്. 60% മാർക്സ് നിങ്ങൾക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2021, 22 23 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരങ്ങൾ. പ്രായം 25 വയസ്സിൽ താഴെ ആയിരിക്കും. നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കാണണം. അതേപോലെ നൈറ്റ് ഷിഫ്റ്റിലും വർക്ക് ചെയ്യാൻ തയ്യാറാണ്. നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ അലവൻസ് ഒക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ കേരള ഗവൺമെൻറ് DWMS പോർട്ടലുണ്ട്, KKEMൻ്റെ. അവിടെ പോയിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ അവസരം നമുക്ക് പരിചിതമായിട്ടുള്ള മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലാണ്. ഇവിടെ ഡിഗ്രിക്കാർക്ക് ഒരു അവസരം, അത് കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ലഭ്യമാണ്. ജൂനിയർ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് ഡിഗ്രി വിത്ത് മിനിമം 40% മാർക്കുള്ളവരെ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. നോക്കുക, നമ്മുടെ വീടിനടുത്തുള്ള മണപ്പുറം ഫിനാൻസിൽ ജോലി നേടുവാനുള്ള അവസരമാണ്. വീടിനടുത്തെന്ന് പറയുമ്പോൾ മിക്കവാറും കേരളത്തിൽ ആകമാനം ഇവർക്ക് ഓഫീസുകളുണ്ട്. അപ്പോൾ വീടിനൊക്കെ വളരെ തൊട്ടടുത്ത് തന്നെ ജോലി നേടുവാനുള്ള അവസരമാണ്. മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി വിത്ത് 40% മാർക്ക് എന്നുള്ളതാണ്. ഇതിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് jobsbridge.com, ഇത് മാത്രമല്ല എല്ലാ വേക്കൻസിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് jobsbridge.com നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. എന്നിട്ട് അതാത് കമ്പനിയുടെ പേര് പറഞ്ഞ് സെർച്ച് ചെയ്ത് അവസരങ്ങൾ കണ്ടെത്താം. അതല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ അവസരം ഒന്ന് പരിചയപ്പെടുത്താം. ഇത് എലിക്സർ ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. എലിക്സർ എന്ന് പറഞ്ഞാൽ ദുബായിലും നമ്മുടെ ഇൻഫോ പാർക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഹൈദരാബാദും ഒക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു കമ്പനിയാണ്. സോഫ്റ്റ്വെയർ മുതൽ BPO വരെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവർ ജാവ ഇന്റേൺസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ജാവ വെച്ച് ചെയ്യാൻ അറിയാവുന്നവരെയായിരിക്കും ഹയർ ചെയ്യുക. ഫ്രഷേഴ്സിനെയും ഒരു 2 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അവസരമുണ്ട്. ജാവ അറിയണം. അതേപോലെ ഏതെങ്കിലും ഒരു ഡാറ്റാബേസ് സിസ്റ്റം, MySQL അല്ലെങ്കിൽ MongoDB, അങ്ങനെ ഏതെങ്കിലും ഒരു ഡാറ്റാബേസൂടെ അറിയാവുന്നവർക്ക് അപേക്ഷിക്കാം. ഡിഗ്രി അല്ലെങ്കിൽ PG, അത് കമ്പ്യൂട്ടർ സയൻസോ ITയോ കഴിഞ്ഞവർ, അത് BCA BSc കമ്പ്യൂട്ടർ, MCA MSc കമ്പ്യൂട്ടർ അല്ലെ BTech കമ്പ്യൂട്ടർ സയൻസ് ITയോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 2022, 2023 ഇപ്പോൾ 2024 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അരിയേഴ്സ് ബാക്ക്ലോഗ്സ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരത്തേക്കായിരിക്കും ഇവരെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു.
ഇനി ഞാനൊരു വോക്ക് ഇൻ ഇൻ്റർവ്യൂവിനെ കുറിച്ച് സൂചിപ്പിക്കാം. ഡേമാർട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും ഒക്കെയുള്ള ഒരു ചെയിനാണ് ഡേമാർട്ട് എന്നുള്ളത്. അവർ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വിവിധ തസ്തികകളിലേക്കാണ് ഹയർ ചെയ്യുന്നത്. ഇവിടെ കാണാനായിട്ട് സാധിക്കും. സെയിൽസ്മാൻ, കാഷ്യർ, ഡേറ്റ എൻട്രി, ബ്രാൻഡ് പ്രൊമോട്ടേഴ്സ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സൂപ്പർവൈസേഴ്സ്, കാറ്റഗറി സൂപ്പർവൈസേഴ്സ്, അതിൽ തന്നെ ഗ്രോസറി ഉണ്ട്, ഹോം ആൻഡ് കിച്ചൺ ഉണ്ട്. ഇങ്ങനെയുള്ള തസ്തികകളിലേക്കൊക്കെ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂകളുടെ ഈ അവസരങ്ങളിലേക്ക് എത്താം. ഒഴിവുകളുള്ളത് വയനാട്, കണ്ണൂർ, പട്ടാമ്പി, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലാണ്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഏപ്രിൽ 23 10 മണിക്ക് 2 മണിക്കും ഇടയ്ക്കായിട്ട് ഈ ഡേമാർട്ടിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇവിടെ നൽകിയിരിക്കുന്ന ലൊക്കേഷനിലേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഏജ് 20 വയസ്സിനും 36 വയസ്സിനും ഇടയിലായിരിക്കണം. താമസ സൗകര്യമൊക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിചയപ്പെടുത്താം. കണ്ടന്റ് ക്രിയേറ്റർ, കണ്ടന്റ് റൈറ്റേഴ്സ്, അതായത് കണ്ടന്റ് ഇംഗ്ലീഷിലൊക്കെ എഴുതാൻ കഴിവുള്ളവരുടെ ഒരു ഹയറിങ് ഇപ്പോൾ ലഭ്യമാണ്. ഓർക്കുക, 10ലധികം ഒഴിവുകളിലേക്കാണ് ഈ ഹയറിങ്. മെറ്റ അൽഗോരിതംസ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റ അൽഗോരിതം സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഈ അവസരങ്ങളുള്ളത്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. മിനിമം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് PG കഴിഞ്ഞ ഫ്രഷേഴ്സിന് നന്നായിട്ട് എഴുതാൻ കഴിവുണ്ടെങ്കിൽ, ക്രിയേറ്റീവ് റൈറ്റിംഗ്, റിസർച്ച് സ്കിൽസ് ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷ് സ്കിൽസും വേണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 10ലധികം ഒഴിവുകൾ ലഭ്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചും കൂടുതൽ അറിയുവാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സന്ദർശിക്കുക. ഇനി നമുക്ക് വിദേശത്തേക്ക് ഏതാണ്ട് 6 രാജ്യങ്ങളിലേക്കുള്ള ചില റിക്രൂട്ട്മെന്റുകൾ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ അവസരം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സൗദി അറേബ്യയിലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള റീറ്റെയിൽ ഗ്രൂപ്പിലേക്ക് ഒരു ഹയറിങ് ഉണ്ട്. അത് ഏതാണ്ട് 6ഓളം വിവിധ തസ്തികകളിലാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ റീറ്റെയിൽ ഓപ്പറേഷൻസ് മാനേജർ, സ്റ്റോർ മാനേജർ, റിസീവർ, സെയിൽസ്മാൻ, ഹെവി ഡ്രൈവർ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, ഈ 6 വിവിധ തസ്തികകളിലേക്കാണ് ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ തീയതി 23 ഏപ്രിൽ, അതായത് ചൊവ്വാഴ്ച, തിരൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൂടാതെ ഏതാണ്ട് 200ലധികം തസ്തികകളിലേക്ക് മാർക്ക് ആൻഡ് സേവ് വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു ഹയറിങ് സൗദി അറേബ്യയിലേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. മാനേജ്മെന്റ് ട്രെയിനിങ്, അത് MBA അല്ലെങ്കിൽ PGDM വിത്ത് മിനിമം 2 years എക്സ്പീരിയൻസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. സെയിൽസ്മാൻ ആയിട്ട് +2 പാസ് വിത്ത് മിനിമം 2 years എക്സ്പീരിയൻസ്, അതും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. ബൈയിങ് കോർഡിനേറ്റർ, റിസീവർ, ഇത് BCom വിത്ത് മിനിമം 2 to 3 years എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 3 തസ്തികകളിലേക്ക് ഫ്രഷേഴ്സിനും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. സൗദി അറേബ്യയിലായിരിക്കും ഒഴിവുകളുള്ളത്. 200ലധികം ഒഴിവുകളുണ്ട്. ഈ അവസരങ്ങളിലേക്കുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ 24 ബുധനാഴ്ച നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് വടകരയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ 2 റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി സംഘടിപ്പിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് സൗദി അറേബ്യയിലും ബഹ്റിനിലും UAEയിലും ലഭ്യമായിരിക്കുന്ന 3 അവസരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഒട്ടനവധി തസ്തികകളിലേക്ക് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ആദ്യത്തെ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അവർ സൗദിയിലേക്ക് ഏതാണ്ട് 14ഓളം വിവിധ തസ്തികകളിൽ ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ സംഘടിപ്പിക്കുന്നുണ്ട്. സെയിൽസ്മാന്, ബുച്ചർ, ഫിഷ് മോങ്കർ, ബേക്കേഴ്സ് ആൻഡ് കൺഫെക്ഷനറീസ്, അതേപോലെ കുക്ക്, സ്നാക്ക് മേക്കേഴ്സ്, സൗത്ത് ഇന്ത്യൻ കുക്ക്, റിസീവർ, സൂപ്പർവൈസേഴ്സ്, ഇന്റേണൽ സെക്യൂരിറ്റി, മാനേജ്മെന്റ് ട്രെയിനി ആൻഡ് സ്റ്റോർ കോർഡിനേറ്റർ, മാനേജേഴ്സ്, ഹെവി ഡ്രൈവേഴ്സ്, ബിസിനസ് ബയേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് ബയർ. ഇത്രയും 14ഓളം വിവിധ തസ്തികകളിലേക്കാണ്. ചിലതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ്, ചിലതൊക്കെ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഇതിലേക്കുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ 25 വടകര വെച്ചിട്ടും 27 തിരൂർ വെച്ചിട്ടും 29 പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടും നടക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു അവസരം, ഇത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, മലയാളി മാനേജ്മെന്റിലുള്ള ഗൾഫിൽ ആകമാനം പ്രവർത്തനങ്ങളുള്ള ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് ചെയിനാണ്. അപ്പോൾ ഇവര് ബഹ്റിനിലേക്ക് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് മറ്റൊരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഏതാണ്ട് 16ഓളം വിവിധ തസ്തികകളിൽ നടക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റോർ മാനേജർ, ഫ്ലോർ സൂപ്പർവൈസർ, ബയർ, അക്കൗണ്ടന്റ്, GRN എക്സിക്യൂട്ടീവ്, സീനിയർ സെയിൽസ്മാൻ, മൊബൈൽ സെയിൽസ്മാൻ, ഫിഷ് മോങ്കർ, ബുച്ചർ,
അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ, കാറ്റഗറി സൂപ്പർവൈസർ, മെർച്ചൻഡൈസർ, LPO അസിസ്റ്റന്റ്, റിസീവർ, സെയിൽസ്മാൻ, ക്യാഷർ, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, ഇങ്ങനെ 16ഓളം വിവിധ തസ്തികകളിലേക്കാണ് ഈ നെസ്റ്റോ ബഹ്റിനിലേക്ക് ഹയർ ചെയ്യുന്നത്. ഇതിൽ ചിലതും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഈ അവസരങ്ങളിലേക്കുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഏപ്രിൽ 22 തിങ്കളാഴ്ച എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. കൂടാതെ മൂന്നാമത്തെ അവസരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അക്കൗണ്ടൻസിനെ ഹയർ ചെയ്യുന്ന ഒരു അവസരമാണ്. UAE-യിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇതും സെയിം ഗ്രൂപ്പിലേക്കാണ് ഈ ഹയറിങ്ങും നടക്കുന്നത്. അപ്പോൾ UAE-യിലെ അബുദാബി, ദുബായിലേക്കൊക്കെ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി നേടുവാനുള്ള ഒരു അവസരമാണ്. ഈ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ കീഴിലുള്ള ഒരു ബിൽഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഹയറിങ് നടക്കുന്നത്. BCom MComകാർക്ക് അപേക്ഷിക്കാം. എന്നാൽ ഫ്രഷേഴ്സിന് പറ്റത്തില്ല. മിനിമം ഒരു 4 years കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള 30 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് 24 ഏപ്രിൽ ആയിരിക്കും. അപ്പം 5 ഒഴിവുകൾ വിദേശത്തേന് ലഭ്യമായിരിക്കുന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയായ ഒഡേപെക്ക് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ്, അതിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് മനസ്സിലാക്കാം. മിനിമം 10ാം ക്ലാസ്സെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഗവൺമെന്റ് ഏജൻസിയാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ ചെലവില്ലാതെ വിശ്വാസയോഗ്യമായി വിദേശത്തേക്ക് പറക്കാനുള്ള ഒരു അവസരമാണ്. അവർ റിക്രൂട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഗാർഡ്സ് ടു UAE-യിലെ ഒരു കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഹയറിംഗ് ആണ് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 25 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ സാലറി 2262 UAE ദിറമാണ് എന്ന് പറയുമ്പോൾ ഏകദേശം 50,000-ലധികം ശമ്പളം പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. മിനിമം SLC ആൻഡ് എബവ് ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഓഫ് മെയിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ടു UAE. അപ്പോൾ അതിൻ്റെ സെലക്ഷന് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. നല്ല സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ഉള്ളവരായിരിക്കണം. 5 അടി 7 ഇഞ്ചെങ്കിലും മിനിമം ഹൈറ്റ് കാണണം. മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. അതേപോലെ സ്മാർട്ട് ആയിരിക്കണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ, അതായത് സംസാരിക്കാൻ മാത്രമല്ല വായിക്കാനും എഴുതാനും അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ പബ്ലിക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ലീഗൽ ഗൈഡ് ലൈൻസ് ഒക്കെ അറിയാവുന്നവർക്ക് പ്രിഫറൻസ് നൽകും. അതുമായി ബന്ധപ്പെട്ട നോളജ് ഒക്കെ ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. പക്ഷേ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് സെക്യൂരിറ്റി ഫീൽഡിലുള്ളവരായിരിക്കണം. ആർമി ആയിട്ടോ പോലീസായിട്ടോ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. സെക്യൂരിറ്റി ഗാർഡായിട്ട് ബേസിക് സാലറി 1200 ദിറം ആയിരിക്കും. അതുകൂടാതെ ഷെയർഡ് കമ്പനി അക്കോമഡേഷൻ, കമ്പനി ട്രാൻസ്പോർട്ട്, സെക്യൂരിറ്റി അലവൻസ് 720 UAE ദിറം. ഒരു ദിറം എന്ന് പറഞ്ഞാൽ 22-23 രൂപ വിലയാണ്. നോർമൽ ഓവർ ടൈം അലവൻസ് ഇതെല്ലാം കൂടെയാണ് 2262, 50,000-ലധികമായിരിക്കും ഗ്രോസ് സാലറി. ഇതിൽ താല്പര്യമുള്ളവർക്ക് 25 മുമ്പായിട്ട് അപേക്ഷിക്കാം. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഇന്ത്യയിലും വിദേശത്തുമുള്ളത് ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതായത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചോ അല്ലെങ്കിൽ അധികൃതരുമൊക്കെയായി ബന്ധപ്പെട്ടോ ചോദിച്ചു മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.